എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ അടിക്കുന്ന ആ ഒരു സമയം വരെയാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആക്കിയിട്ടില്ല. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രമാണ് ഞാനിവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇപ്പോൾ ഉള്ളിയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്നത് വരെ മാത്രമാണ് ഞാനിവിടെ വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിച്ചാലും മതിയാകും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരല്പം സ്പൈസിയായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും. ഇനി ഈ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ മസാലയുടെ ആ ഒരു പച്ചമണക്കം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചക്കറികളൊക്കെ ഞാനിവിടെ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ടല്ല. പച്ചക്കറികൾ മുറിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം കനം കുറച്ച് മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു ക്യാബേജിൽ നിന്ന് നല്ല പോലെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഇപ്പം ക്യാബേജൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ക്രഞ്ചിനെസ് പോണമെന്നില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ 100 ഗ്രാം അളവിൽ ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. 100 ഗ്രാമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആ ഒരു ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നമ്മളുടെ പച്ചക്കറിയിലേക്ക് നല്ലപോലെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് 2 മിനിറ്റ് നേരത്തേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പം 2 മിനിറ്റോളം ഞാനിവിടെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും വെള്ളപ്പറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിംഗ് ചിക്കൻ ഉപയോഗിച്ചോ മുട്ട ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറി മാത്രം ഉപയോഗിച്ചോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ഫില്ലിംഗ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ടൊരു ബാറ്ററിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് അളവ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഒരു മുട്ടയും പാലും ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. ഒരു ഫോക്കോ വിസ്കറോ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഏകദേശം 10 ബ്രെഡ് സ്ലൈസസ് നമുക്ക് ആവശ്യമായിട്ടുണ്ടാകും. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡോ അല്ലാന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡോ ഉപയോഗിക്കാവുന്നതാണ്. ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് കളയേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്.
ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിരുന്നു. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു തവി ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ചുഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വേണം ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ഇതുപോലെ ബാറ്ററിൽ മുക്കുക. അതിനുശേഷം ഒരു ലെയർ പോലെ തയ്യാറാക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിക്ക് ബ്രെഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഏകദേശം 5 ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ടാണ് ഞാൻ താഴത്തെ ലെയർ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. സൈഡിലോട്ടേക്കായിട്ട് ഒരല്പം മുകളിലേക്ക് വരുന്ന രീതിക്ക് വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മുറിച്ച് നമുക്ക് ഒരു ലെയർ പോലെ ആക്കിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനിവിടെ ഫില്ലിംഗ് ഒരു ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സൈഡിലോട്ടേക്ക് പരത്തി കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ മയണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. മയണൈസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മയണൈസും കൂടെ ഞാനിവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബ്രെഡ് സ്ലൈസസ് വെച്ച് ലെയർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫില്ലിംഗ് ഒന്നും ഒട്ടും പുറത്ത് കാണാത്ത രീതിക്ക് വേണം നമ്മൾ ഈ ഒരു ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അരികുകളൊക്കെ ഒന്ന് അമർത്തി കൊടുത്തോളൂ. അതിനുശേഷം ബാക്കി വന്ന കൂട്ട് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ 15 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമ്മൾക്കിതുപോലെ പാൻ ഒന്ന് അനക്കി നോക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് പാകത്തിന് റെഡി ആയിട്ടുണ്ടാകും. അതുപോലെ മുകൾ ഭാഗവും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടാണ് മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് മറിച്ചിട്ട് കൊടുക്കാൻ നിന്നാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ പാനിലൊന്ന് അനക്കി നോക്കുമ്പോൾ നല്ലൊരു മുരുമുര സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ബ്രെഡ് പോളയാണ്. ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിൽ മയണൈസും കൂടെ വെച്ചതുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടാണ് നമ്മളുടെ ഫില്ലിങ് ഇരിക്കുക. പുറത്തത്തെ കവറിങ് ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിൻ്റെ ചൂടൊരു അല്പം മാറി വന്നതിന് ശേഷം മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ നല്ല ചൂടോട് കൂടിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കയ്യിലെടുക്കാതെ ഒരു തവി ഉപയോഗിച്ച് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.